വെൽക്കം ടു മൈ ചാനൽ ജഹാന ടോക്സ്. ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് 6ലെ ബേസിക് സയൻസിൽ 7th ചാപ്റ്ററാണ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. Whenever there is a strong wind, the front door of Nino's house usually bangs against the wall. Nino and her brother managed to get some objects and they fixed them on the portion connecting the wall and the door. Now if the door open, it remains close to the wall itself. അതായത് നീനുവിൻ്റെ ഹൗസിൽ കാറ്റത്ത് ഡോറ് പെട്ടെന്ന് ക്ലോസ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീനുവിൻ്റെ ബ്രദറും നീനും കൂടിയിട്ട് ഒരു സംഭവം ഡോറിൽ ഫിറ്റ് ചെയ്യണം. അതായത് കാറ്റ് വന്നാലും പോയാലും താനെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നത് പോലെ. അപ്പോൾ ദ ഡോർ ഡസ് നോട്ട് ബാങ് എഗെയിൻസ്റ്റ് ദ വാൾ വെൻ ദ വിൻഡ് ബ്ലോസ്. അതായത് കാറ്റടിച്ചാലും പെട്ടെന്ന് ഡോറ് പോയി ക്ലോസ് ആവാത്ത പോലെയുള്ള സംഭവം ഫിറ്റ് ചെയ്യുകയാണ്. ഹാവിങ് നോട്ടീസ്ഡ് ദിസ് their mother asked, "What trick have you both done there?" "Yes, might have they done. Can you suggest any method using the object mentioned below?" അപ്പോൾ ഇവിടെ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിനായിട്ടുള്ള സാധനങ്ങൾ പറയുന്നത് വുഡൻ ബ്ലോക്കും ഗമ്മും മാഗ്നറ്റ് അയൺ പീസ് 2 മാഗ്നറ്റ് ബ്രിക്സും. ഫിക്സ് ആൻ അയൺ പീസ് ഓൺ ദ വാൾ അറ്റ് ദ പ്ലേസ് വേർ ദ ഡോർ ബാങ്സ്. അപ്പോൾ ഒരു അയൺ പീസ് വാളിൽ ഒട്ടിച്ച് വയ്ക്കുക. അതായത് ഒട്ടിച്ച് വെച്ചിട്ട് എഗെയിൻസ്റ്റ് ദ വാൾ. Then fix a magnet at the corresponding place in the door. ഡോറിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റ് ഒട്ടിച്ച് വയ്ക്കുക. If we fix a magnet in the door and the wall, there will be not attraction between the same pole. അതായത് സെയിം പോളിൽ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് ഡോർ പെട്ടെന്ന് അടയാണ്ടിരിക്കാനുള്ളത് ആ മെത്തേഡാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് അയൺ ആൻഡ് മാഗ്നറ്റ് അട്രാക്ഷൻ ഒക്കേഴ്സ് ഈസിലി. അയോണും മാഗ്നറ്റും ആണെങ്കിൽ അട്രാക്ഷൻ പെട്ടെന്നാവും. സെയിം പോളാണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മാഗ്നറ്റ്സ് ദാറ്റ് അട്രാക്ട്. ഹാവ് യു ഹിയർഡ് ഓഫ് മാഗ്നറ്റ്? വാട്ട് ഡു യു നോ എബൌട്ട് ദം? മാഗ്നറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചിട്ട് അറിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ്. ആൻസർ പറയുന്നത് ദേ ആർ അയൺ, കൊബാൾട്ട്, നിക്കൽ ആൻഡ് സ്റ്റീൽ. ഈ മാഗ്നറ്റ് പറയുന്നത് അയണും കൊബാൾട്ട്, നിക്കലും സ്റ്റീലൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ്. മാഗ്നറ്റ് അട്രാക്ട്സ് സർട്ടൈൻ ഒബ്ജക്ട്സ് വിച്ച് ആർ ദ. മാഗ്നറ്റ് ഒരു സർട്ടൈൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയാണ് അട്രാക്റ്റ് ചെയ്യുള്ളൂ. വിച്ച് ആർ ദ, അത് ഏതൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് ട്രൈ ദിസ് ആക്ടിവിറ്റി. ബ്രിങ് സ്പിൻ a blade, safety pins and an iron nail close to magnet. See what happens. All of them are attracted by the magnet. ഈ സാധനങ്ങളൊക്കെ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എല്ലാം അട്രാക്റ്റ് ചെയ്യും. Those that attract and those that do not. From the given list, find out those which are attracted by a magnet. Materials required: hinges, different coins, screwdriver, compass, stainless steel utensil, aluminum wire, copper wire, pen, rubber, glass piece, spoon, gem clip, പ്ലാസ്റ്റിക്. അപ്പോൾ ഇതിൽ ഏതൊക്കെ അട്രാക്റ്റ് ചെയ്യും, ഏതൊക്കെ അട്രാക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ദോസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്: ഹിഞ്ചസ്, കോയിൻ, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, ജെം ക്ലിപ്പ്. ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യും, ബാക്കിയുള്ളത് അട്രാക്റ്റ് ചെയ്യില്ല. യു മേ എക്സ്പാൻഡ് ദ ടേബിൾ ബൈ എക്സാമിനിങ് അതർ ഒബ്ജക്ട്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ടു. There are many objects that are attracted by a magnet. What are they made of? കുറേ സാധനങ്ങൾ അട്രാക്റ്റ് ചെയ്യും. അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സബ്സ്റ്റൻസസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് സബ്സ്റ്റൻസ് കുറച്ച് സാധനങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതിനെ മാഗ്നറ്റിക് സബ്സ്റ്റൻസും അട്രാക്റ്റ് ചെയ്യാത്തതിനെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും എന്നാണ് പറയപ്പെടുന്നത്. അയൺ, നിക്കൽ, കൊബാൾട്ട് ആൻഡ് സ്റ്റീൽ ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം ഇതിനെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. സ്റ്റോറി ബിഹൈൻഡ് ദ ഡിസ്കവറി ഓഫ് മാഗ്നറ്റ്. ഇതിലൊന്നുമില്ല, സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഒരു ആട്ടിടയൻ, മാഗ്നസ് പറഞ്ഞ ഒരാൾ ആടുകളിനെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അതിന് he felt that his stick had got
rock. It was piece of the iron at the tip. അപ്പോൾ ആ സ്റ്റിക്കിൻ്റെ അടിയിലൊരു അയണിൻ്റെ ഒരു ടിപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് അട്രാക്റ്റഡ് ബൈ ദ റോക്ക്. ആ ടിപ്പ് റോക്കിൽ അട്രാക്റ്റ് ചെയ്തു. ദ റോക്ക് വാസ് നത്തിങ് ബട്ട് ലോഡ്സ്റ്റോൺ. റോക്കിലൊന്നുമില്ല, ബട്ട് ലോഡ്സ്റ്റോൺ capable for attracting iron. ലോഡ്സ്റ്റോൺ എന്ന് പറയുന്ന സംഭവം attracting iron, attract ചെയ്യുന്നുണ്ട്. The Greeks later started calling such rocks are magnetite. These are natural magnets. അപ്പോൾ ഇതിനെ അയാൾ പറഞ്ഞു നാച്ചുറൽ മാഗ്നറ്റ്സ് ആണെന്ന്. ലേറ്റർ ഓൺ മാഗ്നറ്റ്സ് were made use on iron, steel. Such magnets are artificial magnets. ഇതിനെയൊക്കെ പിന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് അറിയപ്പെട്ടു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ്. Are all magnets of the same size and shape? എല്ലാ മാഗ്നറ്റും സെയിം സൈസും ഷേപ്പും ആണോ ഇരിക്കുന്നത്? ഡു യു ഹാവ് എ മാഗ്നറ്റ്? വാട്ട് ഈസ് ഇറ്റ്സ് ഷേപ്പ്? നിങ്ങൾക്കൊരു മാഗ്നറ്റ് ഉണ്ടോ? അതിൻ്റെ ഷേപ്പ് എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് ഫെമിലറൈസ് അവർ സെൽസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. എക്സാമിൻ ഫിഗേഴ്സ് ഷോയിങ് സം കോമൺ മാഗ്നറ്റ്സ് ഇൻ യൂസ്. ബാർ മാഗ്നറ്റ്, യു മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ആർക്ക് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. വിച്ച് among these have you seen? നിങ്ങളിതിൽ ഏതൊക്കെയാണ് കണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് ആൽനിക്കോ വിച്ച് ഈസ് എൻ അലോയ് ഓഫ് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. മാഗ്നറ്റ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ആൽനിക്കോ പറഞ്ഞിട്ടുള്ള ഒരു അലോയാണ്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ ഇതൊക്കെ വെച്ചിട്ടാണ് മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സബ്സ്റ്റൻസസ് ലൈക്ക് നിയോഡിമിയം ആൻഡ് സെമാരിയം ആർ ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് മാഗ്നറ്റ്സ്. ഈ സബ്സ്റ്റൻസ് വെച്ചിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കും. യൂസസ് ഓഫ് മാഗ്നറ്റ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പർപ്പസ് ഫോർ വിച്ച് മാഗ്നറ്റ്സ് ആർ യൂസ്ഡ്? ഏതൊക്കെ ഡിഫറെൻറ്റ് പർപ്പസിനെയാണ് നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പീക്കേഴ്സ് ഇൻ ടി വി, റേഡിയോ, മൈക്ക് സെറ്റ് എക്സെട്ര. മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ സ്പീക്കേഴ്സ്. സ്പീക്കേഴ്സിൽ നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യാറുണ്ട്. ടി വി, റേഡിയോ, മൈക്ക് സെറ്റ് എല്ലാത്തിനും നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യാറുണ്ട്. There are magnets in mobile phones and headphones too. മൊബൈൽ ഫോൺസിലും ഹെഡ്ഫോൺസിലും മാഗ്നറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ ഡിവൈസസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റ്സ് ആൻഡ് ടാബ്ലേറ്റ് them. What may be the reason for keeping big speakers in sound box and small ones in headphones? Sound box are used to hear large സൗണ്ടിനാണ് നമ്മൾ സൗണ്ട് ബോക്സ് യൂസ് ചെയ്യുന്നത്. അത് കാരണം ബിഗ് സ്പീക്കർ യൂസ് ചെയ്യുന്നു. ഹെഡ്ഫോണിൽ ചെറിയ സൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അത് കാരണം സ്മോൾ സ്പീക്കർ യൂസ് ചെയ്യുന്നു. ഡു ബോത്ത് ദ സ്പീക്കേഴ്സ് നീഡ് സൗണ്ട്സ് of the same loudness? No, the loudness of the sound box is higher than the headphone. സൗണ്ട് ബോക്സിൽ എന്തായാലും സൗണ്ട് കൂടുതൽ തന്നെയായിരിക്കും ഹെഡ്ഫോണിന് വെച്ച് നോക്കുമ്പോൾ. റീസൺ ബിഹൈൻഡ് യൂസിങ് എ ലാർജ് മാഗ്നറ്റ് ഇൻ ലൗഡ് സ്പീക്കർ. Large magnet has more magnetic strength, so the loudness of the sound is more. Magnetic strength അതിൽ കൂടുതലായിരിക്കും. അത് കാരണമാണ് loudness of സൗണ്ട് നല്ലോണം കേൾക്കാനുള്ള റീസൺ ബിഹൈൻഡ് യൂസിങ് എ സ്മോൾ മാഗ്നറ്റ് ഇൻ ഹെഡ്ഫോൺ. സ്മോൾ മാഗ്നറ്റ് ഹാസ് ലെസ് മാഗ്നറ്റിക് സ്ട്രെങ്ത്, സോ ദ ലൗഡ്നെസ് ഓഫ് ദ സൗണ്ട് ഈസ് ലെസ്. കാരണം ഹെഡ്ഫോൺ എന്തായാലും സ്ട്രെങ്ത്ത് ലെസ്സായിരിക്കും. മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് ലെസ്സായത് കാരണം തന്നെ അതിൻ്റെ സൗണ്ടും കമ്മിയായിരിക്കും. When a person addresses a crowd, which speaker would be ideal? ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരാളെ നമുക്ക് വിളിക്കണമെങ്കിൽ ഏത് സ്പീക്കറാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. വൈ ഡു മാഗ്നറ്റ് ഡിഫറെൻറ്റ് ഷേപ്പ്? എന്തുകൊണ്ടാണ് മാഗ്നറ്റ് പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടാവാൻ കാരണം? പല തരത്തിലുള്ള മാഗ്നറ്റിന് പല തരത്തിലുള്ള യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. We have learned the shape of magnet used in speakers. Take a look at the figure showing the magnet used in mini motor. What may be the reason behind the difference in the shape and size of these magnets? The shape and size of magnet differ according to the device in which they are placed. Arc-shaped magnets or ring tube magnets are used in mini motors. മിനി മോട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് പറയുന്നത് ആർക്ക് ഷേപ്പ്ഡോ ഇല്ലെങ്കിൽ റിംഗ് ട്യൂബ് മാഗ്നറ്റാണ് മിനി മോട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. വെൻ മാഗ്നറ്റ് അട്രാക്ട് ഈസ് ദ അട്രാക്റ്റീവ് പവർ ഓഫ് ദ സെയിം ഓൺ ഓൾ സൈഡ്സ് ഓഫ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് എല്ലാ സൈഡിലും അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ ഈക്വൽ ആണോ, സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യണം. അതിനായിട്ട് മെറ്റീരിയൽസ് വേണ്ടത്
iron dust, magnets of different shapes, thin plastic paper or polythene paper, a chart of A4 size paper. ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സ്പ്രിങ്കിൾ അയൺ ഡസ്റ്റ് ലൂസ്ലി ഓൺ ചാർട്ട് പേപ്പർ, സസ്പെൻഡ് എ ബാർ മാഗ്നറ്റ് യൂസിങ് എ ത്രെഡ് ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ഓൺ ദ അയൺ ഡസ്റ്റ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഒരു A4 സൈസ് പേപ്പറിൽ നമ്മൾ അയൺ ഡസ്റ്റ് ഇട്ടു, എന്നിട്ട് ലൂസ്ലി ത്രെഡ് വെച്ചിട്ട് ബാർ മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് അതിൽ മുട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഡസ് ദ അയൺ പൗഡർ സ്റ്റിക്ക് ഇവൻലി ടു ഓൾ പാർട്സ് ഓഫ് ദ മാഗ്നറ്റ്. അപ്പോൾ ഈ അയൺ പൗഡർ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ എല്ലാ ഭാഗത്തും, മാഗ്നറ്റിൻ്റെ എല്ലാ ഭാഗത്തും അയൺ ഡസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇൻ വിച്ച് ദ പാർട്ടീസ് ഇറ്റ് സ്റ്റിക്കിംഗ് മോർ, ഏതൊക്കെ സൈഡിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇൻ വിച്ച് പാർട്ടീസ് ഇറ്റ് ലെസ്, ഏത് സ്ഥലത്താണ് അത് സ്റ്റിക്ക് ചെയ്യാത്തത്. ദ എൻഡ് പോർഷൻ ഓഫ് എ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് സ്ട്രോങ്ലി ഫെൽറ്റ്, അതായത് ബാർ മാഗ്നറ്റോ ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാഗ്നറ്റ് ആണെങ്കിലും, അതായത് യു ഷേപ്ഡ് മാഗ്നറ്റ് ആണെങ്കിലും അതിൻ്റെ എൻഡ് പ്ലേസിലായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത്. അത് കാരണം അവിടെ നല്ലോണം സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ദ എൻഡ് പോർഷൻ ഓഫ് എ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് സ്ട്രോങ്ലി ഫെൽറ്റ് ആർ ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ്. ഡു ഓൾ ദ മാഗ്നറ്റ് ഹാവ് പോൾസ്, എല്ലാ മാഗ്നറ്റിലും പോൾസ് ഉണ്ടോ? റിപ്പീറ്റ് ദ അബവ് ആക്ടിവിറ്റി യൂസിങ് മാഗ്നറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് സച്ച് എ സർക്കുലർ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ് ആൻഡ് യു മാഗ്നറ്റ്. ഇതേ ആക്ടിവിറ്റി മാഗ്നറ്റിനെ വെച്ച് മാറ്റി മാറ്റി ചെയ്യാനാണ് പറയുന്നത്. അതായത് യു മാഗ്നറ്റ് വെച്ചിട്ടും സർക്കുലർ മാഗ്നറ്റ് വെച്ചിട്ടൊക്കെ ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. When a magnet is suspended, materials required, അതായത് ഇതിന് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഫോർ ബാർ മാഗ്നറ്റ്, ത്രെഡ്, സ്കെയിൽ. ടേക്ക് എ ബാർ മാഗ്നറ്റ് ആൻഡ് സസ്പെൻഡഡ് ഇറ്റ് ഹൊറിസോണ്ടലി യൂസിങ് എ ത്രെഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് ബാലൻസ്ഡ്. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, അതിനെ ഹൊറിസോണ്ടലി സസ്പെൻഡഡ് ആക്കി വെക്കുക, അതായത് ഫ്രീലി സസ്പെൻഡഡ് ആക്കി വെച്ചിട്ട് അത് ബാലൻസ് ചെയ്യിപ്പിക്കുക. പിന്നെ ചുറ്റുഭാഗത്തൊന്നും മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. in which direction are the poles when the magnet comes to rest, ഏത് പോളായിരിക്കും റെസ്റ്റ് ചെയ്യുക. മാഗ്നറ്റ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്താലും ചെറുതായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടാവുമല്ലോ, അത് നോർമലി നിന്ന് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും എന്നാണ് ഇവർ പറയണത്. അതായത് നോർത്ത് ഓർ സൗത്തിലേക്കായിരിക്കുമോ. സസ്പെൻഡ് ദ അതർ 3 magnets like this in different place in your class room. അതായത് 4 മാഗ്നറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്നാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോരോ സ്ഥലത്ത് വെച്ചിട്ട് ഇതേപോലെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ ദർ മാർക്കിങ്സ് ഓഫ് എസ് ആൻഡ് എൻ ഓൺ ദ ബാർ മാഗ്നറ്റ് ദാറ്റ് യു ഹാവ് യൂസ്ഡ് ഇസ് ഇൻ എൻ മാർക്ക്ഡ് എസ് ഇൻ ദ സൗത്ത് ഡയറക്ഷൻ. എസ് പറയുന്നത് സൗത്ത് ഡയറക്ഷനും എൻ പറയുന്നത് നോർത്ത് ഡയറക്ഷനും. ഇല്ലെങ്കിൽ എൻ പറയുന്നത് നോർത്ത് ഡയറക്ഷനും എസ് പറയുന്നത് സൗത്തും. അലോ ദ മാഗ്നറ്റ് ടു റൊട്ടേറ്റ്. ഡു ഓൾ ദ മാഗ്നറ്റ് കം ടു റെസ്റ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എല്ലാ മാഗ്നറ്റും, ഈ പറയുന്ന 4 മാഗ്നറ്റും ഒരേ ഡയറക്ഷനിലേക്കാണോ റെസ്റ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് കം ടു റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റ് എപ്പോഴും റെസ്റ്റിലാവുന്നത് ഒന്നുമില്ലെങ്കിൽ നോർത്ത് ഒന്നുമില്ലെങ്കിൽ സൗത്ത് ഡയറക്ഷനിലായിരിക്കും. When do we make use of this north-south directive property of magnet? ഈ ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്കിത് യൂസ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഷിപ്പിൽ പോകുമ്പോൾ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ടു നോ ദ ഡയറക്ഷൻ ഇൻസൈഡ് ദ ഫോറസ്റ്റിനുള്ള അറിയാണ്ട് വഴിതെറ്റിപ്പോയാൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നോർത്ത് സൗത്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ മാഗ്നറ്റ് വെച്ചിട്ട്. Imagine that you are standing in an unknown place. You can't see the sun due to rains. Can you find out direction with the help of a bar magnet? How will you find out the east side? അതായത് നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ മഴയാണ്, അത് കാരണം സൂര്യനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ ബാർ മാഗ്നറ്റ് വെച്ചിട്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാർ മാഗ്നറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഈസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റുക, അതും കൂടി ചോദിക്കുന്നുണ്ട്. വെൻ പോൾസ് കം നിയറർ, യു നോ ദാറ്റ്
magnet can attract certain metals. Does a magnet attract another magnet? ഒരു മാഗ്നറ്റ് വേറൊരു മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് പോൾസ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. ബോത്ത് ദ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യിച്ചത്. അതായത് നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. സൗത്തും സൗത്ത് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഒരു ആക്ടിവിറ്റിയാണ്. ടേക്ക് 2 മാഗ്നറ്റ് ഓൺ which N and S are marked. Place one of them on a surface. Bring the pole on the other magnet to the middle of this magnet. What do you observe? The attract answer വന്നിട്ട് the attract the poles of magnet. ഒരു ബാർ മാഗ്നറ്റിൻ്റെ നടുവിൽ സെൻറ്ററിൽ കൂടെ വേറൊരു ബാർ മാഗ്നറ്റ് വെച്ച് അട്രാക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ എൻഡ് പോൾസിലാണ് അട്രാക്റ്റ് ചെയ്യുള്ളൂ. Is it to the middle part of the first magnet that the second magnet is attracted? North pole attracts the south pole and the south pole attracts the north pole. ഇതാണ് അതിൻ്റെ ആൻസർ. Place the magnets close to each other. Which poles stick to each other? ഓപ്പോസിറ്റ് പോൾസ് പറഞ്ഞല്ലോ, അതാണ് അട്രാക്റ്റ് ചെയ്യുക. ഇതാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദം ആർ കറക്റ്റ്? ഇത് ബിയും സിയും കറക്റ്റാണ്. കാരണം അത് ഓപ്പോസിറ്റ് പോൾസ് ആണ്. അത് കാരണം അത് അട്രാക്റ്റ് ചെയ്യും. പിന്നെ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പോൾസ് ആർ ബ്രോട്ട് നിയർ ടു ഈച്ച് അതർ ഹാസ് ഷോൺ ഇൻ ദ ഫിഗർ? അതായത് എന്നും എന്നും രണ്ടാമത്തെ ഫിഗറിൽ എന്നും എന്നും അത് റിപ്പൽ ചെയ്യും. എസ് എസും അതും റിപ്പൽ ചെയ്യും. പെർഫോം ദ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ടാബ്ലേറ്റ് ദി ഒബ്സർവേഷൻസ്. സിറ്റുവേഷൻസ് ഓഫ് അട്രാക്ഷൻ. അട്രാക്ഷൻ പറയുമ്പോൾ അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ഈച്ച് അതർ. അതായത് എന്നും എസും അട്രാക്റ്റ് ചെയ്യും, എസും എന്നും അട്രാക്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് ഈച്ച് അതർ. സിറ്റുവേഷൻസ് ഓഫ് റിപ്പൽഷൻ. അതായത് സെയിം പോൾസ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യില്ല, അത് റിപ്പലേ ചെയ്യുള്ളൂ. എന്നും നോർത്തും ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, സൗത്തും ആണെങ്കിൽ റിപ്പൽ ചെയ്യും. വിച്ച് പോൾസ് അട്രാക്റ്റ് ഈച്ച് അതർ വെൻ ദ മാഗ്നറ്റ് ആർ ബ്രോട്ട് നിയറർ? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ അട്രാക്റ്റ് ഈച്ച് അതർ. വിച്ച് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ വെൻ ദ മാഗ്നറ്റ്സ് ആർ ബ്രോട്ട് നിയറർ? എന്നും എസും ആണ് റിപ്പൽ ചെയ്യുക. പോൾസ് ഓഫ് ദ സെയിം ടൈപ്പ് ഇൻ മാഗ്നറ്റ്സ് ആർ ലൈക്ക് പോൾസ്. അതായത് മാഗ്നറ്റിലെ സെയിം പോളിന് പറയുന്നതാണ് ലൈക്ക് പോൾസ്. ആൻഡ് ഓപ്പോസിറ്റ് പോൾസിന് പറയുന്നതാണ് അൺലൈക്ക് പോൾസ്. ഓപ്പോസിറ്റ് പറയുമ്പോൾ എന്നും എസും, ഓപ്പോസിറ്റ് അൺലൈക്ക്. എന്നാൽ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവാൻ വലിയ ചാൻസ് ഒന്നുമില്ല, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ. ലൈക്ക് പോൾസ് പറയുന്നത് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പറയുമ്പോൾ ഓപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യും. ഇതിൽ മെയിനായിട്ടും കുറേ ആക്ടിവിറ്റികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും പോയിൻറ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഏതൊക്കെ ആക്ടിവിറ്റി ചെയ്താൽ എങ്ങനെയൊക്കെ, ചിലപ്പോൾ ആക്ടിവിറ്റിയൊക്കെ തരാൻ വളരെ കമ്മിയാണ് എക്സാമിനൊക്കെ. അപ്പോൾ കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഇനി അടുത്ത ടോപ്പിക്ക്, ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റ്. ക്യാൻ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബി മെയ്ഡ് ഇൻ ടു മാഗ്നറ്റ്? യെസ് എന്നാണ് പറയുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ്: എ പവർഫുൾ മാഗ്നറ്റ്, എ ബിഗ് സീവിങ് നീഡിൽ ആൻഡ് എ ബ്ലേഡ്. ആക്ടിവിറ്റി പറയുന്നത്, place the needle on a surface using one pole of a magnet. Rub the needle from one end to the other. Repeat the process by lifting the magnet and bring it to the original position. Rub the needle 15 to 20 times. അതായത് ഒരു സൂചി, ഒരു നീഡിൽ എടുത്തിട്ട് ഒരു മാഗ്നറ്റിൻ്റെ ഒരു അതായത് നോർത്തോ അല്ലെങ്കിൽ സൗത്ത് പോള് വെച്ചിട്ട് റബ്ബ് ചെയ്യുക. ഈ നീഡിലിൽ ഒരേ സൈഡിലേക്ക് റബ്ബ് ചെയ്താൽ ഒരു 15 to 20 ടൈംസ് റബ്ബ് ചെയ്യണം. റബ് യൂസിങ് വൺ പോൾ അലോൺ. ഒരു പോൾ മാത്രം ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുക. റബ് ഇൻ ദ സെയിം ഡിറക്ഷൻ ഓൺലി. ഒരു ഡയറക്ഷനിലേക്ക് റബ്ബ് ചെയ്യുക. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് വെദർ ദിസ് നീഡിൽ ഹാസ് അക്വയർഡ് മാഗ്നറ്റിസം ഓർ നോട്ട്? എന്താണ്, ഈ നീഡിൽ മാഗ്നറ്റിസം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പുട്ട് സം അയൺ ഡസ്റ്റ് നിയർ to if the needle attract it, the needle will be magnetized. അപ്പോൾ ഇത് മാഗ്നറ്റൈസ് ആയി എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നീഡിലിൻ്റെ മേലെ കുറച്ച് അയൺ ഡസ്റ്റ് എറിഞ്ഞ് നോക്കുക. അപ്പോൾ എറിയുന്ന ടൈമിൽ അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നീഡിൽ മാഗ്നറ്റൈസ് ചെയ്തു എന്നാണ് പറയണത്. Can this magnetized needle be used in determining the poles of magnets of different shapes? Suspend the needle using a thread in such a way that it is balanced.
Bring a bar magnet near the needle. What do you observe? Bring the other end of the magnet near the needle. Record your findings in your science diary. Can you find out the polarity of the magnetized needle? അപ്പോൾ ഒരു നീഡിലിനെ സസ്പെൻഡ് ചെയ്തിട്ട് മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ആ നീഡിൽ മാഗ്നറ്റിക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ മാഗ്നറ്റൈസ്ഡ് ആയിട്ടുണ്ട് നീഡിൽ എന്നാണ് പറയുന്നത്. സിമിലർലി മാഗ്നറ്റൈസ് എ ബ്ലേഡ്. Then take a vessel filled with water and gently place the blade on the water so that it floats. അപ്പോൾ ഇതേപോലെ ഒരു ബ്ലേഡിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യാം. ഈ നീഡിലിനെ ചെയ്ത പോലെ തന്നെ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ബാർ മാഗ്നറ്റ് വെച്ചിട്ട് ബ്ലേഡിനെ ചെയ്തിട്ട് ഒരു വെസലിൽ വെള്ളം എടുത്തിട്ട് പ്ലേസ് ചെയ്യുക. ബ്ലേഡിനെ ഫ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ റെസ്റ്റ് പൊസിഷൻ വന്നിട്ട് നോർത്ത് സൗത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓഫ് അട്രാക്ഷൻ. ടു വാട്ട് ഡിസ്റ്റൻസ് ക്യാൻ എ മാഗ്നറ്റ് അട്രാക്ട് അതർ സബ്സ്റ്റൻസ്? ഈസ് ദ അട്രാക്റ്റീവ് പവർ ഓഫ് ദ മാഗ്നറ്റ് സെയിം എവരിവെയർ? ചോദിക്കുന്നത് എത്രത്തോളം ഡിസ്റ്റൻസിൽ വെച്ചാൽ നമുക്ക് മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും സബ്സ്റ്റൻസിനെ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ മാഗ്നറ്റിൻ്റെ അട്രാക്റ്റീവ് പവർ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആണോ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് വേറൊരു ആക്ടിവിറ്റി ചെയ്യുകയാണ്. മാഗ്നറ്റിൻ്റെ അട്രാക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി. അതിന് മെറ്റീരിയൽസ് റിക്വയർഡ് വന്നിട്ട് മാഗ്നറ്റ്, നീഡിൽ, സ്കെയിൽ ആൻഡ് സ്റ്റാൻഡ്. ആക്ടിവിറ്റി പറയുന്നത് സസ്പെൻഡ് ദ നീഡിൽ. ഈ ഫിഗർ നോക്കുക. ഞാൻ പറയുന്ന ടൈമിൽ ഈ ഫിഗർ ഇമാജിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. സസ്പെൻഡ് ദ നീഡിൽ യൂസിങ് എ ത്രെഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഇതേപോലെ നീഡിൽ സസ്പെൻഡ് ചെയ്യുക. പിന്നെ പ്ലേസ് ദ സ്കെയിൽ ഓൺ ദ ടേബിൾ ഇൻ സച്ച് എ വേ ദാറ്റ് വൺ എൻഡ് ഓഫ് ഇറ്റ്സ് ബിലോ ദ നീഡിൽ. അതേപോലെ സ്കെയിൽ ഒരു ടേബിളിൽ വെച്ചിട്ട് ഈ നീഡിലിൻ്റെ ഒരു വൺ എൻഡിലേക്ക് എത്തണ പോലെ വയ്ക്കുക. മൂവ് ദ മാഗ്നറ്റ് ഓൺ ദ സ്കെയിൽ ഫ്രം ദ അതർ എൻഡ് ടു ദ സൈഡ് ഓഫ് ദ നീഡിൽ. അപ്പോൾ സ്കെയിലിൻ്റെ മേലെ നമ്മൾ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിനെ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് നീക്കി കൊടുക്കുമ്പോൾ നീഡിൽ എപ്പോഴാണ് അട്രാക്റ്റ് ചെയ്യണമെന്നാണ് നോക്കേണ്ടത്. സ്റ്റോപ്പ് മൂവിങ് ദ മാഗ്നറ്റ് വെൻ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് ഫെൽറ്റ് ഓൺ ദ നീഡിൽ. അതായത് നീഡിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോൾ നമ്മളവിടെ മാഗ്നറ്റിനെ നീക്കാണ്ട് നിർത്തുക. മെഷർ ദ ഡിസ്റ്റൻസ് ടു ദ നീഡിൽ. ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ചോദിക്കുന്നത്. സ്ലോലി മൂവ് ദ മാഗ്നറ്റ് ടുവേർഡ്സ് ദ നീഡിൽ. ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ നീഡിൽ ഇൻ ഈച്ച് ഇൻസ്റ്റൻസ്. അപ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് അട്രാക്ഷൻ കൂടുതലും കമ്മിയാകുന്നതെന്ന് നോക്കുക. ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ബ്രിങ്ങിങ് ദ മാഗ്നറ്റ് നിയറർ ദ നീഡിൽ. അപ്പോൾ മാഗ്നറ്റ് നീഡിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മോർ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അവിടെ. ഇറ്റ്സ് എക്സ്പീരിയൻസ് മോർ അട്രാക്റ്റീവ് ഫോഴ്സ്. when is the force of attraction of the needle at the maximum? എപ്പോഴാണ് അതിൻ്റെ മാക്സിമം അട്രാക്ഷൻ ചോദിക്കുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത് വരുമ്പോഴാണ് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. അതേപോലെ തന്നെ അടുത്ത ആക്ടിവിറ്റിയാണ് പ്ലേസ് an A4 size chart paper on the table as shown in the figure. Sprinkle some iron dust over it loosely. Bring it magnet below the paper. Gently tap the paper. ഈ ഫിഗറിൽ കാണുന്ന പോലെ രണ്ട് ബുക്കിൻ്റെ ഇടയിലായിട്ട് A4 സൈസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു മാഗ്നറ്റും പിന്നെ ആ പേപ്പറിൻ്റെ മേലെ അയൺ ഡസ്റ്റ് ഇടുക. അപ്പോൾ അയൺ ഡസ്റ്റ് ഇടുമ്പോൾ കുറച്ച് സ്ഥലത്തേക്ക് മാത്രം അയൺ ഡസ്റ്റ് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ A4 സൈസ് പേപ്പറിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ള സ്ഥലത്തേക്കായിരിക്കും ഈ അയൺ ഡസ്റ്റ് പോകുന്നുണ്ടാവുക. മെഷർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബൈ ഒബ്സർവിങ് ദ മൂവ്മെൻറ്റ് ഓഫ് അയൺ ഡസ്റ്റ്. The magnetic strength is stronger at the regions near the poles. അപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത്ത് കൂടുതലായിട്ടും മാഗ്നറ്റിക് പോൾസിൻ്റെ അവിടെ ആയിരിക്കും. അതായത് നോർത്ത് സൗത്ത് പോൾസിൻ്റെ അവിടെ ആയിരിക്കും. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ഇൻക്രീസസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത്ത് weakens. The regions around the magnet where the force of the magnet is felt magnetic field. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് അതായത് മാഗ്നറ്റിൻ്റെ രണ്ടറ്റത്തായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ്
സ്ട്രോങ് ആയിരിക്കുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ്. ഇതേപോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈസ് ദ അട്രാക്റ്റീവ് പവർ ഓഫ് ദ സെയിം ഫോർ ഓൾ മാഗ്നറ്റ്. അപ്പോൾ അട്രാക്റ്റീവ് പവർ എല്ലാ മാഗ്നറ്റിനും ഒരേപോലെ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ വൈൽ യൂസിങ് യു മാഗ്നറ്റ്. യു മാഗ്നറ്റ് വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാവും. ഡിഫറൻസ് പറയുമ്പോൾ ആ യു മാഗ്നറ്റിൻ്റെ എൻഡ് പോയിൻറ്റ് യു ഷേപ്പ്ഡ് ആകുമ്പോൾ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സിലായിരിക്കും സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. Let's collect magnets. There are magnets in toys, some vanity bags, purse. Examine discarded toys, speakers, and mini motors. Don't you see magnets in them? Collect magnets from them. Why don't we make a toy using magnets? അതായത് ഈ മാഗ്നറ്റ്സ് എവിടെയൊക്കെ ഉണ്ടാകും പറഞ്ഞാൽ ടോയ്സിലുണ്ടാവും, ചിലപ്പോൾ ബാഗ്സിൽ, പേഴ്സിൽ, ആ ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഇത്രയും മാഗ്നറ്റ്സ് വെച്ചിട്ട് നമ്മൾ ടോയ്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ലെറ്റ്സ് മേക്ക് എ ടോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇതിനായിട്ട് മെറ്റീരിയൽസ് പറയുന്നത് തെർമാക്കോൾ, എ സ്മോൾ റിംഗ് മാഗ്നറ്റ്, സ്ട്രിങ്, എ സ്മോൾ വുഡൻ സ്റ്റിക്ക് ആൻഡ് മെറ്റൽ സ്ക്രൂ. മേക്ക് എ മോഡൽസ് ഓഫ് ഫിഷ് യൂസിങ് തെർമാക്കോൾ. തെർമാക്കോളിൽ വെച്ചിട്ട് ഫിഷിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഫിക്സ് മെറ്റൽ സ്ക്രൂ അറ്റ് ദ മൗത്ത് ഓഫ് ദ ഈച്ച്. അപ്പം മെറ്റൽ സ്ക്രൂ വന്നിട്ട് ഫിഷിൻ്റെ മൗത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പുട്ട് ദ ഫിഷ് ഇൻ ടു വാട്ടർ ഇൻ എ വൈഡ് വെസൽ. ഒരു വലിയ വെസലിലേക്ക് ഫിഷിന് ഇട്ട് കൊടുക്കുക. മേക്ക് എ ഫിഷിംഗ് റോഡ് യൂസിങ് എ സ്മോൾ വുഡൻ സ്റ്റിക്ക്, സ്ട്രിങ് ആൻഡ് എ റിംഗ് മാഗ്നറ്റ്. പിന്നെ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കുക. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കുന്നതിനായിട്ട് സ്മോൾ വുഡൻ സ്റ്റിക്കും സ്ട്രിങ്ങും റിംഗ് മാഗ്നറ്റും വെച്ച് ഉണ്ടാക്കുക. ക്യാൻ യു ക്യാച്ച് ദ ഫിഷ് യൂസിങ് ഫിഷിംഗ് റോഡ്. ഫിഷിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കുന്നതിലത്തെ റിംഗ് മാഗ്നറ്റും പിന്നെ ഫിഷിൻ്റെ മൗത്തിലത്തെ സ്ക്രൂവും തമ്മിൽ അറ്റാച്ച് ചെയ്യും, അതായത് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഫിഷിനെ പിടിക്കാൻ പറ്റും, അതാണ് പറയണത്. പിന്നെ ഇതേപോലെ വേറെ ഏതൊക്കെ തരത്തിലുള്ള ടോയ്സിനെ ഉണ്ടാക്കാൻ പറ്റും മാഗ്നറ്റ് വെച്ചിട്ട്? ഡോൾ ദാറ്റ് ക്ലിങ്സ് ടുഗദർ, എ ബേർഡ് ദാറ്റ് റിമൈൻസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, fish that swim towards rice grains, a palm that is directed to the south only. ഇത്രയും ഡോൾസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ചാപ്റ്റർ ഈ ഒരു വീഡിയോയിലൂടെ അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.